ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചീസ് റോളാണ്. ഇത് നമുക്ക് പത്രത്തിൽ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു കപ്പ് മൈദ, അധികം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ചേർത്താണ് നമ്മൾ പൂരിക്ക് വയ്ക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സവാള, ഒരു ചില്ലി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കൻ പൊരിച്ച് കാണ്ട് ചെറിയ ചെറിയ പീസാക്കിയാണ്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുനാരങ്ങ നീര് വെച്ചിട്ട് നോർമൽ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്ന രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ കണ്ടപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, ശരിയാവുമെന്ന് നമുക്കറിയില്ല, എന്നാലും നമ്മൾ നോക്കാം. പിന്നെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമ്മൾ പൊരിച്ചാൻ വെച്ചു. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ആക്കിയത്. പിന്നെ നമ്മൾ ആദ്യം മൈദ മാറ്റി വെച്ചല്ലോ, അത് നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടൈം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കേണ്ടത്, കാരണം ഞങ്ങൾ 5:56 ഞങ്ങളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. 6:30 നമുക്ക് ബാങ്ക് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കി കഴിയണം. 6 മണി ആയപ്പോൾ നമ്മളെ പരിപാടി തന്നെ പരുത്ത ഇടയിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ ഇടുന്നതിനെ കൊണ്ട് പൊടി അങ്ങനെ തീർന്നില്ല. ലാസ്റ്റ് തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൊടി വാങ്ങി കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് നമ്മളെ മൂത്തമ്മ നല്ല മോമോസ് ഉണ്ടാക്കുന്നത്. നോമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാനും വയ്യ. അങ്ങനെ നമ്മൾ പൊടി കൊണ്ട് വീണ്ടും വന്ന് വീണ്ടും പരത്തൽ തുടങ്ങി. അപ്പോൾ ഓരോന്നായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൊടിയിട്ട് ഓയിൽ തേച്ചിട്ട് ഓരോരോ ലെയറായിട്ട് ആക്കിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ടോട്ടലാക്കിയാണ്ട് എല്ലാം കൂടി ഒപ്പം വെച്ചിട്ട് പരത്തി നല്ലോണം പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് കിട്ടണം. അങ്ങനെ പരത്തി മടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അതെല്ലാം കൂടി പാനിലേക്ക് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടാണ് വേവിക്കുക. പിന്നെ നമ്മൾ ആ ഫില്ലിങ്സിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി, പച്ചമുളക്, പിന്നെ ഇതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇടണം, ഞാൻ മറന്നതാണ്. പിന്നെ ഞാൻ ആഡാക്കണത്, പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു കഷ്ണം ഉള്ളിയും കൂടി ആക്കിയിരിക്കുന്നത്. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ഗൈസ്, കാരണം വ്രതത്തിന് കാണിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ആക്കിയാണ്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ചിക്കൻ പൊരിച്ചില്ലായിരുന്നു, അത് പീസാക്കിയതിന് ശേഷം അതിലേക്ക് ഇടാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വെളുത്തുള്ളി ഇഞ്ചി ആഡാക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല, വിചാരിച്ച് കണ്ട ഞാൻ ആഡാക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചി ഫസ്റ്റ് ഇടാൻ മറക്കണ്ട എൻ്റെ പോലെ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ചിക്കൻ മസാലൻ്റെ പൊടി ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ചപ്പ് ആഡാക്കുക. അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി വെക്കുക. എന്നിട്ട് അതിൽ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യുക, ഫില്ലിങ്സ് വെക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ ചീസ് ആഡ് ചെയ്യാം. അങ്ങനെ ഓരോന്നും നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുക, ചീസ് ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ റോൾ ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക, പൊരിച്ചെടുക്കാം. സംഭവം ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ കാണാൻ ലുക്കില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെ വെറൈറ്റി വീഡിയോക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക്